ഹായ് ഓൾ, ഇന്നൊരു സൺഡേ വ്ളോഗാണ്. കാലത്ത് നല്ലൊരു പ്രഭാതം കണ്ടാണ് എണീക്കുന്നത്. അപ്പോൾ ഇത് ഈ ചായയും കൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. സമയം 8 മണിയൊക്കെ ആവാനായി. പക്ഷേ മഴ പെയ്ത് തോർന്നുകൊണ്ട് നല്ലൊരു മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ റോട്ടിലൊക്കെ. അങ്ങനെ ഇത് ഞാൻ കുറച്ച് എൻ്റെ ചെടികളുടെ അടുത്ത് വന്ന് നിന്നു. കാലത്ത് എപ്പോഴും സ്ഥിരമായിട്ട് ഈ ചെടികളുടെ ഇടയിൽ വന്ന് കുറച്ച് നേരം നിൽക്കും. നമുക്കതിങ്ങനെ ചെടികളെല്ലാം കാണുമ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബാണ്. കാലത്ത് എണീച്ച് ചെടികളുടെ അടുത്തൊക്കെ വന്ന് നിന്ന് പൂക്കളൊക്കെ നോക്കുന്ന ഒരു പ്രത്യേക ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ ഒത്തിരി ചെടികളൊന്നും ഇല്ല, ഇതൊക്കെ പോയി. പക്ഷെ എന്നാലും കാലത്ത് എണീച്ച് ഇതിനെല്ലാം വന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാറുണ്ട്. പൂവിട്ടതും അതുപോലെ തന്നെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയതെല്ലാം നോക്കാറുണ്ട്. അപ്പോൾ ഇത് ഈ ബാക്കിൽ പൂക്കളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഈ റോഡ് സൈഡ് കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ ഇത് ഈ റോസാപ്പൂവിലാണെങ്കിൽ കഴിഞ്ഞ ട്രിപ്പ് നിറയെ പൂവുണ്ടായിരുന്നേ, അതെല്ലാം കൊഴിഞ്ഞു പോയി. പുതിയ ഇലകളെല്ലാം പറഞ്ഞ് നിറയെ മുട്ടിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡാണെങ്കിൽ ഈ തുളസിയും അതുപോലെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇത് ഈ ഒരു പൂവിൽ നല്ല രസമുണ്ട്, ഈ പിങ്ക് കളർ പൂ കാണാൻ. ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ വയലറ്റും ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ വേറെ ഒരു വെറൈറ്റിയും അങ്ങനെയുണ്ട്. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഈ സൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഈ മോൻ ഉറങ്ങി എണിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എണിച്ച് വന്നത് മോൻ ഇത് ഒരു ഗ്ലാസ് ചായ എല്ലാം കൊടുത്ത് അത് കുടിച്ചു പോയി മോൻ. പിന്നെ രാവിലത്തെ ഭക്ഷണം വന്നിട്ട് ദോശയാണേ. അപ്പോൾ ഈ ദോശ ഇരുമ്പ് കല്ലിലാണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ ഈ ദോശ ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ ഇന്നലെ ചിക്കൻ കറി വെച്ചതാണ്. എപ്പോഴും ഞങ്ങൾ ശനിയാഴ്ചയാണ് കേട്ടോ ചിക്കൻ വാങ്ങാറ്, ഞായറാഴ്ച വാങ്ങാൻ പോകാറില്ല. അപ്പോൾ ശനിയാഴ്ച ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രാവിലെ എണിച്ച് അതിനൊക്കെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ മോളിങ്ങനെ ഫോണിൽ കണ്ടിട്ട് എന്നെ കൊണ്ട് ചീസും ബട്ടറെല്ലാം തേച്ചിട്ട് വേണം പോയി ചീസും ബട്ടറെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വേണം പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോണിൽ ഓരോ റീൽസ് കണ്ടിട്ട് വേണമെന്ന് പറയും, പക്ഷെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിക്കാൻ കൊടുത്തു. അത് കഴിയുമ്പോഴേക്കും പപ്പട ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഈ ചേച്ചിൻ്റെ അടുത്താണ് കേട്ടോ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടുന്ന് പപ്പടം വാങ്ങുന്നത്. കുറേ വർഷമായിട്ട് ഈ ചേച്ചി വരുന്നത് പപ്പടം എപ്പോഴും ഈ ചേച്ചിൻ്റെ അടുത്താണ് വാങ്ങുന്നത്. അടിപൊളിയായിട്ട് പൊള്ളുന്ന പപ്പടവും നല്ലതാണ്. പിന്നെ അതുപോലെ പപ്പടം മാത്രമല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് ചേച്ചിൻ്റെ അടുത്ത്. വലിയ കെമിക്കലോ മായോ ഒന്നും ഇല്ലാത്ത അടിപൊളി സാധനമാണ്. ഇത് വന്നിട്ട് കുടുംബശ്രീയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പപ്പടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും പപ്പടം വാങ്ങാറുണ്ട്. പിന്നെ അതുപോലെ മുറുക്ക് സാധനങ്ങൾ, പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടികൾ എല്ലാ സാധനവും ഉണ്ട് ചേച്ചിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഒരു സാമ്പാർ പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉണ്ടംപൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതെല്ലാം വാങ്ങിച്ച് ഉള്ളി വെച്ചപ്പോഴേക്കും മോനത് സൈക്കിളെടുത്ത് കളിക്കുന്നുണ്ട്. മോൾ അപ്പുറത്ത് വീട്ടിൽ കളിക്കാൻ പോയി. മോനെ കളിക്കാൻ കൂട്ടില്ലേ. അപ്പോൾ മോന് സങ്കടം കൊണ്ട് സൈക്കിളൊക്കെ എടുത്തിട്ട് റോട്ടിൽ കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കളിച്ച ശേഷം ഞാൻ അകത്തേക്ക് പോയി. അപ്പോൾ ഉച്ചക്കാലത്ത് ഫുഡ് വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ഉച്ചക്കാലേക്ക് കപ്പയ്ക്ക വറുക്കാനാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഒരു കപ്പയ്ക്ക ഉണ്ടായിരുന്നു, ഉപ്പുമുളകൊക്കെ തിരുമ്മിയിട്ട് വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഉച്ചക്കാലത്ത് ഫുഡായിട്ട് ഞാൻ നെയ്ച്ചോറാണ് കേട്ടോ വെച്ചത്. നെയ്ച്ചോറ് ലേശമേ വെച്ചിട്ടുള്ളൂ, കൂടുതൽ ഇവിടെ വെച്ചാൽ ഇവിടെ ആരും കഴിക്കില്ല. മോനും ഞാനും മാത്രമേ നെയ്ച്ചോറ് ബിരിയാണി വെച്ചാൽ കഴിക്കുള്ളൂ, മോളും ഒക്കെയും കഴിക്കില്ല. അപ്പോൾ കുറച്ച് നെയ്ച്ചോറും വെച്ചിട്ടുണ്ടായിരുന്നു, സാലാഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് നല്ല മഴ. നല്ലൊരു ക്ലൈമറ്റാണ്, മഴയും അതുപോലെ തന്നെ അടുക്കളയിൽ കുക്ക് ചെയ്യാൻ നല്ല രസമാണ്. അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രമേ പൊരിക്കാറുള്ളൂ, ഇവിടെ കുട്ടികളൊന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ചിക്കനെല്ലാം പൊരിച്ച് പിന്നെ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു. അങ്ങനെ ഞാനും ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയും കുറച്ച് നെയ്ച്ചോറും എടുത്ത്, സാലഡും എടുത്ത് ചിക്കൻ പൊരിച്ചതും വെച്ചു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇക്ക പുറത്ത് പോയിട്ട് വന്നതും കുട്ടികൾക്കും എനിക്കൊക്കെ ഐസ്ക്രീം വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് എടുത്തത്. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ടേ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സി യു.